ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പ്ലാന്റ് എംബ്രിയോളജിയിൽ നിന്ന് വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇത് HSA അതുപോലെ തന്നെ സെറ്റ് ടെറ്റ് എഴുതുന്ന കുട്ടികൾക്ക് എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പോളൻ ട്യൂബ് എൻറ്റേഴ്സ് ദ എംബ്രിയോ സാക്ക് ത്രൂ ഇൻഡ്യൂഗമെൻറ്റ്, മൈക്രോപൈൽ, ചെലാസ, ഫ്യൂണിക്കിൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? നമ്മൾ ക്ലാസ് ചെയ്തതാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് പോളൻ ട്യൂബ് എൻ്റർ ദ എംബ്രിയോ സാക്ക് ത്രൂ ദ മൈക്രോപൈൽ റീജിയൻ, ത്രൂ ദ മൈക്രോപൈൽ. അപ്പോൾ ഇതാണ് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എംബ്രിയോ സാക്കിൽ എന്തൊക്കെയുണ്ട്? മൈക്രോപെല്ലാർ എൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ചെലാസൽ എൻഡ് ഉണ്ട്. മൈക്രോപെല്ലാർ എൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ചെലാസൽ എൻഡ് കാണപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പോളാർ ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ തന്നെ എഗ് സെൽസ് ഉണ്ട്, സിനർജിഡ്സ്, ആൻറ്റിപോഡൽസ്. ഓക്കെ, ദിസ് ഇസ് എ സ്ട്രക്ചർ ഓഫ് എൻ എംബ്രിയോ സാക്ക്. അപ്പോൾ പോളൻ ട്യൂബ് എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത്? ഇറ്റ് എൻറ്റേഴ്സ് ത്രൂ ദ മൈക്രോപൈലർ എൻഡ്. ഓക്കെ, അടുത്തത്, when pollen tube enters to the funicles or integument, it is called. പോളൻ ട്യൂബ് ഇൻഡ്യൂഗമെൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഫ്യൂണിക്കിൾസിൻ്റെ കൂടെയോ ആണ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വെൻ ദ പോളൻ ട്യൂബ് എൻ്റർ ടു ദ ഫ്യൂണിക്കിൾസ് ഓർ ഇൻഡ്യൂഗമെൻറ്റ്, ഇറ്റ് ഈസ് കോൾഡ് മീസോഗമി. നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, അതായത് പ്രോഗമി, ചെലാസോഗമി, മീസോഗമി. പ്രോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് പോളൻ ഗ്രെയിൻസ് എൻ്റർ ഇൻ ടു ദ എംബ്രിയോ സാക്ക് ത്രൂ ദ മൈക്രോപൈൽ റീജിയൻ. അപ്പോൾ മൈക്രോപൈലിലൂടെയാണ് പോളൻ ട്യൂബ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പോറോഗമി. ഇനി ചെലാസ വഴിയാണ് ഇത് എൻ്റർ ചെയ്യുന്നത്, പോളൻ ട്യൂബ് ചെലാസൽ വഴിയാണ് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ചെലാസോഗമി. ഓക്കെ, ഇനി മീസോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പോളൻ ട്യൂബ് എൻ്റർ ദ എംബ്രിയോ സാക്ക് ത്രൂ ദ ഇൻഡ്യൂഗമെൻ്റ് ഓർ ഫ്യൂണിക്കുലസ്, ഇറ്റ് ഈസ് കോൾഡ് മീസോഗമി. അപ്പോൾ അതൊന്ന് ഓർത്ത് വേണം. ഐസോഗമി എന്താണ്? ഐസോഗമി എന്ന് പറയുന്നത് ഇത് സെക്ഷൽ റിപ്രൊഡക്ഷൻ, അതായത് ഗമേറ്റ്സ് are similar in morphology. Okay, gametes are similar in morphology. It is called isogamy. Flowering plants, fertilization occur in ovary, embryo sac, nucellus, ovule. But in flowering plants, fertilization occur in embryo sac. Okay, embryo sac. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതായത് ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് എവിടെയാണ്? എംബ്രിയോ സാക്കിലാണ്. അപ്പോൾ ഇവിടെ ഡബിൾ ഫെർട്ടിലൈസേഷനാണ് നടക്കുന്നത്, അല്ലേ? ഫില്ലിഫോം അപ്പാരറ്റസ് ഈസ് ടു നറിഷ് ദ പോളൻ ഗ്രെയിൻ, ടു ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്, ടു ഡെവലപ്പ് പോളൻ ട്യൂബ്, ടു ക്യാരി പോളൻ ട്യൂബ് ത്രൂ സ്റ്റൈൽ. ഫില്ലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? അതായത് സിനർജിഡ്സിലുള്ള ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനെയാണ് നമ്മൾ ഫില്ലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഈ ഫില്ലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ടു ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്, അല്ലേ? ടു ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ക്രോസ് പോളിനേഷൻ ആസ് അഡ്വാൻറ്റേജ് ഓഫ് മ്യൂട്ടേഷൻ, പോളിപ്ലോയിഡി ഫോർമേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, ക്രോസിംഗ് ഓവർ. ഇതിൻ്റെ ആൻസർ ഏതാണ്? ക്രോസ് പോളിനേഷൻ ആസ് എൻ അഡ്വാൻറ്റേജ് ഓഫ് ജനറ്റിക് റീകോമ്പിനേഷൻ ആണ്. ഓക്കെ, ക്രോസ് പോളിനേഷൻ നടക്കുന്നതിലൂടെ എന്താണ്? ജനറ്റിക് റീകോമ്പിനേഷനാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ദ സോഴ്സ് ഓഫ് ഫുഡ് ഫോർ ഡെവലപ്പിംഗ് എംബ്രിയോ ഈസ്, ദ സോഴ്സ് ഓഫ് ഫുഡ് ഫോർ ഡെവലപ്പിംഗ് എംബ്രിയോ ഏതാണ്? എൻഡോസ്പേം ആണ്. ഓക്കെ, അപ്പോൾ എൻഡോസ്പേം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ ഈസ്, ഏതായിരിക്കും? മെഗ്നീഷ്യം ആണ്. ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ ഈസ് മെഗ്നീഷ്യം. അപ്പം ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ഇൻസുലിൻ ഏതാണ്? സിങ്ക് ആണ്. ഓക്കെ, മെറ്റൽ പ്രസൻറ്റ് ഇൻ ഇൻസുലിൻ ഈസ് സിങ്ക്. പ്രസൻറ്റ് ഇൻ ഹീമോഗ്ലോബിൻ ഏതാണ്? അയോൺ ആണ്. ഓക്കെ, അപ്പോൾ മെറ്റൽ പ്രസൻറ്റ് ഇൻ ഹീമോഗ്ലോബിൻ അയേൺ. മെറ്റൽ പ്രസൻറ്റ് ഇൻ വൈറ്റമിൻ B12 ഏതായിരിക്കും? കൊബാൾട്ട് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ ഈസ് മെഗ്നീഷ്യം, മെറ്റൽ പ്രസൻറ്റ് ഇൻ ഇൻസുലിൻ ഈസ് സിങ്ക്, മെറ്റൽ പ്രസൻറ്റ് ഇൻ ഹീമോഗ്ലോബിൻ അയേൺ, മെറ്റൽ പ്രസൻറ്റ് ഇൻ വൈറ്റമിൻ B12 കൊബാൾട്ട്. ഓക്കെ, ഇനി പെർസിസ്റ്റൻ്റ് ന്യൂസെല്ലേഴ്സ് ഇൻ ദ സീഡ് ഈസ് നോൺ ആസ് സ്റ്റെഗ്മൻ, ചെലാസ, പെരിസ്പേം, ഹീലിയം. ഇതാണ് പെർസിസ്റ്റൻ്റ് ന്യൂസെല്ലേഴ്സ് ഇൻ ദ സീഡ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പെരിസ്പേം ആണ്. ഓക്കെ, one of the following plant show a very close relationship with the species of moth where none of the two complete its life cycle without other. ഹൈഡ്രില്ല, യുക്ക, ബനാന, വയോള ഏതാണ്?
ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത്. അതായത് ഈ പ്ലാന്റ് എന്ത് ചെയ്യും, ഇറ്റ് ഷോസ് വെരി ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് എ സ്പീഷീസ് ഓഫ് മോത്ത്. അപ്പോൾ രണ്ടും ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ദേ ആർ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ് അല്ലേ. വേർ നൺ ഓഫ് ദ ടു കംപ്ലീറ്റ് ഇസ് ലൈഫ് സൈക്കിൾ വിത്തൗട്ട് ദ അതർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യുക്കയാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. പോളിനേഷൻ ഇൻ കൊമിലീനിയ. കൊമിലീനിയ ഈസ് ടൈപ്പ് ഓഫ് പോളിനേഷൻ ഇൻ കൊമിലീനിയ ഏതാണ്, ക്ലീസ്റ്റോഗാമസ് ആണ്. ഓക്കെ, ക്ലീസ്റ്റോഗാമി. സീനോഗാമി എന്താണെന്ന് നമുക്കറിയാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് സറൗണ്ടഡ് ബൈ എ കാലോസ് വാൾ. ഏതാണ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സറൗണ്ടഡ് ബൈ എ കാലോസ് വാൾ? മൈക്രോസ്പോർ മദർ സെല്ലാണ് കേട്ടോ. മൈക്രോസ്പോർ മദർ സെൽ. പോളൻ ഗ്രെയിൻസിൻ്റെ എക്സൈൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ സ്പോറോപോളിനിൻ. ഓക്കെ, സ്പോറോപോളിനിൻ. ഇനി പോളൻ ടാബ്ലറ്റ്സ് ആർ അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ഫോർ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ, ബ്രീഡിംഗ് പ്രോഗ്രാം, സപ്ലിമെൻറ്റിംഗ് ഫുഡ്, എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ പോളൻ ടാബ്ലറ്റ്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലേ, ഫോർ സപ്ലിമെൻറ്റിംഗ് ഫുഡാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിട്ട് സപ്ലിമെൻറ്റിംഗ് ഫുഡ്. ദിസ് ഇസ് ദ ആൻസർ. എംബ്രിയോ ഫ്രം എൻ അൺഫെർട്ടിലൈസ്ഡ് എഗ് ഇസ് കോൾഡ് പാർത്തനോജെനിസിസ് ആണ്. എംബ്രിയോ ഫ്രം എൻ അൺഫെർട്ടിലൈസ്ഡ് എഗ് എന്ന് പറയുന്നത് പാർത്തനോജെനിസിസ് ആണ്. ഫിലിഫോം അപ്പാരറ്റസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. എവിടെയാണ് ഫിലിഫോം അപ്പാരറ്റസ് കാണപ്പെടുന്നത്? ഇൻ ദ സിനർജിഡ്സ്. അപ്പോൾ ഫിലിഫോം അപ്പാരറ്റസ് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സിനർജിഡ്സ്. ഓക്കെ. The coconut water from tender coconut represent free nuclear endosperm ആണ്. coconut water from tender coconut represent free nuclear endosperm. Okay. Pollination in water haystack and water lily is brought by the agency of water, insect, birds, bat. ഏതാണ്? insects ആണ്. insects or wind. Transferred from a flower to the stigma of another flower of the same plant, it is referred to as a geitonogamy. Okay. So when pollen is transferred from another of a flower to the stigma of another flower of the same plant is referred to as a geitonogamy. പിന്നെ നോൺ ആൽബുമിനസ് സീഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ പിയ. അപ്പോൾ ആൽബുമിനസ് സീഡ് എന്താണെന്ന്, നോൺ ആൽബുമിനസ് സീഡ് എന്താണെന്നും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആൽബുമിനസ് സീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എൻഡോസ്പെർം ഈസ് നോട്ട് കംപ്ലീറ്റ്ലി യൂസ്ഡ് ബൈ ഡെവലപ്പിംഗ് എംബ്രിയോ, സോ എ പോർഷൻ ഓഫ് ഇറ്റ് റിമെയിൻസ് ഇൻ ദ സീഡ്. അപ്പോൾ എൻഡോസ്പെർം കംപ്ലീറ്റ് ആയിട്ട് എംബ്രിയോ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ പോർഷൻ മാത്രമാണ് പിന്നെ റീറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. നോൺ ആൽബുമിനസ് ആണെങ്കിലോ എൻഡോസ്പെർം ഈസ് കംപ്ലീറ്റ്ലി യൂസ്ഡ് ബൈ ദ ഡെവലപ്പിംഗ് എംബ്രിയോ. എൻഡോസ്പെർം എന്ന് പറയുന്നത് എന്താണ്, ഡെവലപ്പിംഗ് എംബ്രിയോ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദർ ഈസ് നോ എൻഡോസ്പെർം ലെഫ്റ്റ് ഇൻ ദ സീഡ്. എക്സാമ്പിൾ വരുന്നത് പീ, ബീൻ, മസ്റ്റർഡ്, ഇതൊക്കെ നോൺ ആൽബുമിനസ് സീഡ്സിന് എക്സാമ്പിൾസ് ആണ്. ആൽബുമിനസ് സീഡ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെ വരും? കോക്കനട്ട്, കാസ്റ്റർ, മെയ്സ് ഒക്കെ വരും. ഓക്കെ. അപ്പോൾ ഇവിടെ നോൺ ആൽബുമിനസ് സീഡ്സിൻ്റെ എക്സാമ്പിൾ വന്നിട്ട് ഏതായിരിക്കും? പീ ആണ്. അടുത്തത് മെയിൽ ഗമേറ്റ്സ് ഇൻ ആൻജിയോസ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിവിഷൻ ഓഫ് മൈക്രോസ്പോർ, ജനറേറ്റീവ് സെൽ, വെജിറ്റേറ്റീവ് സെൽ, മൈക്രോസ്പോർ, മദർ സെൽ. അപ്പോൾ മെയിൽ ഗമേറ്റ് ഇൻ ആൻജിയോസ്പേംസ് എന്താണ്? ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിവിഷൻ ഓഫ് ജനറേറ്റീവ് സെല്ലാണ് അല്ലേ, ജനറേറ്റീവ് സെൽ. അപ്പോൾ എന്താണ് ജനറേറ്റീവ് സെൽ നമുക്കറിയാം. അപ്പോൾ ജനറേറ്റീവ് സെല്ലാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ട് മെയിൽ ഗമേറ്റ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്തായിരിക്കും? മെയിൽ ഗമേറ്റ് ഇൻ ആൻജിയോസ്പേം ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിവിഷൻ ഓഫ് ജനറേറ്റീവ് സെല്ലാണ്. ഏജ് ഓഫ് ഫിഷസ് വാസ് നോൺ ആസ് ഡിവോണിയൻ പീരീഡ്. ഡിവോണിയൻ പീരീഡ് നമ്മൾ ഏജ് ഓഫ് ഫിഷസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.